അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹ്റത്തുൽ ബയാനിൽ വന്ന ഒരു ചോദ്യം നമ്മുടെ ഈ ചാനലിൽ ഇപ്പോൾ കേൾപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവര് ആദ്യം അതാണ് ചെയ്യേണ്ടത് എന്ന് ഉണർത്തുകയാണ്. അതുപോലെ കമന്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് എഴുതാവുന്നതാണ്, ലൈക്ക് ചെയ്യേണ്ടതാണ്. ഈ ഉള്ളവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് ഉണർത്തുന്നു. ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ഇപ്പോൾ കേട്ടു നോക്കാം. ഒരു ചോദ്യം സുലൈമാൻ ആന്ധ്ര: അഭിനയം ഷറയിൽ ജായിസാവോ? അതില് 4 കാര്യങ്ങളാണ് ചോദിക്കാനുണ്ടായിരുന്നത്. ഒന്ന്, സ്ത്രീ പുരുഷനായി അഭിനയിക്കാം, പുരുഷൻ സ്ത്രീയായിട്ട് അഭിനയിക്കാം. സ്ത്രീ അപ്പൊ ചോദ്യം അഭിനയം ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നതാണ്. അതിലാദ്യം പറഞ്ഞ സ്ത്രീ പുരുഷനായി അഭിനയിക്കൽ, പുരുഷൻ സ്ത്രീയായി അഭിനയിക്കൽ, ഇത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ മുമ്പൊരു ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ചോദ്യകർത്താവ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ കൂടുതൽ ചോദ്യത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ആയിരിക്കാം വീണ്ടും ചോദിച്ചിട്ടുണ്ടാവുക. സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും ശപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത് ഹറാമാണ് എന്ന് മുമ്പ് ഇതേ ചാനലിൽ ഇതേ ഗ്രൂപ്പിൽ വന്ന ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിന്റെ മറുപടി വളരെ വ്യക്തമാണ്. സ്ത്രീ വേഷം പുരുഷനും പുരുഷവേഷം സ്ത്രീയും ധരിക്കാൻ പാടില്ല, അത് ഹറാമാണ്. എവിടെയാണ് ഹറാമാകുക, എപ്പോഴാണത് ഹറാമാകുന്നത് എന്നൊക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ വന്ന കഴിഞ്ഞു പോയ വീഡിയോകൾ പരിശോധിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ബാക്കി ഭാഗം കേട്ടു നോക്കാം. അത് ജായിസാവോ? 2, സഹാബത്തിനെ പോലെ അഭിനയിക്കുക. ബദർ ചരിത്രമാണ് പറയുന്നത്, സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഒരാള് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ശബ്ദമൊക്കെ അങ്ങനെ കനപ്പിച്ചിട്ടൊക്കെ സംസാരിക്കുക, വേറൊരാള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ട്, വേറൊരാൾ അലി റളിയല്ലാഹു അൻഹു ആയിട്ട്, ഇങ്ങനെ ശബ്ദത്തിലൊക്കെ മാറ്റം വരുത്തി വേഷങ്ങളൊക്കെ അങ്ങനെ കെട്ടി അതുപോലെ അഭിനയിച്ചുകൊണ്ട് സ്റ്റേജിൽ വരിക. ഹംസ റളിയല്ലാഹു തആല അൻഹു ആയിട്ട് അഭിനയിക്കുക, വേറൊരാള് ഉത്ബത്ത് ഷൈബത്തൊക്കെ ആയിട്ട് കാഫിര്യങ്ങളായിട്ട് അങ്ങനെ അഭിനയിച്ചിട്ട് ആ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കലാണ് ഉദ്ദേശം. അങ്ങനെ അഭിനയിക്കുക, ഇത് അനുവദനീയമാകുമോ? അതും ഈ പറഞ്ഞതിൽ പെട്ട തന്നെ. അതായത് ബദർ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അഭിനയത്തിന്റെ ആവശ്യമുണ്ട്. മാത്രമല്ല, അഭിനയം അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും, ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അവര് പോലും പ്രവാചകന്മാർ, സഹാബത്ത്, അതേപ്രകാരം അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരായ മഹാന്മാർ, അമ്പിയാക്കള്, സ്വഹാബാക്കള്, ഇവരും പോലെ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനതൊരു കാരണം പറഞ്ഞത് അതിൽ അദബ് കേടുണ്ട് എന്ന പരിഹാസവും മറ്റൊന്നും വന്നിട്ടില്ലെങ്കിലാണ്. പരിഹാസം വന്നാല് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. അദബ് കേടുണ്ട് എന്നുള്ളതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് ബദർ അവതരിപ്പിക്കുമ്പോൾ ബദർ അവതരിപ്പിച്ചാൽ മതി, അവിടെ അബൂജഹലാവേണ്ട ആവശ്യമില്ല. ഇനി ബാക്കി നമുക്ക് കേട്ടു. 3ാമത് ആയിട്ട് ഉസ്താദ് മദ്രസ നടത്തുക. ഉസ്താദ്
ആയിട്ടൊരു കുട്ടി വരിക, തലയെക്കെട്ടൊക്കെ കെട്ടി, അതുപോലെ പിന്നെ മീശൊക്കെ വെച്ച് താടിയൊക്കെ വെച്ച് അങ്ങനെ വന്നിട്ട് ഉസ്താദായിട്ടിരിക്കുക. എന്നിട്ട് ചെറിയ മറ്റു കുട്ടികൾ സാധാരണ കുട്ടികളെ പോലെ വന്നിരുന്നിട്ട് അവര് പഠിക്കുക, ഇദ്ദേഹം പഠിപ്പിക്കുക. ആ പഠിപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ എങ്ങനെ പഠിപ്പിക്കണം, കുട്ടികളെ എങ്ങനെ അഭിമുഖീകരിക്കണം, അങ്ങനെയുള്ള ഒരാൾ സദർ ഉസ്താദ്. പിന്നെ അതല്ലാത്ത സ്റ്റാഫ് മറ്റുള്ള കുട്ടികളെ ഉസ്താദുമാരാക്കിയിട്ട് അങ്ങനെയുള്ള അഭിനയം ഇത് അനുവദനീയമാകുന്നു. ഇപ്പൊ ഈ പറഞ്ഞ ഈ അഭിനയത്തിൽ ഒരാൾക്കും ഒരു ദോഷവും ഇല്ലാത്ത നിലക്കാണെങ്കിൽ, അതായത് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെയും അതില് മംഫഅത്ത് വരുന്ന കൂടുതലുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ്. ഇപ്പൊ ഉദാഹരണം പറയാം, കളവ് പറയൽ ഹറാമാണ്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നന്നാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ മസ്ലഹത്താക്കുന്നതിന് വേണ്ടി ഒക്കെ കളവ് പറയൽ അനുവദനീയമാണ്. ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഉസ്താദും കുട്ടികളുമായി അഭിനയിക്കുന്നത്, അങ്ങനെ അഭിനയിച്ചത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനെ ഒരു കുട്ടി ക്ലാസ് എടുക്കുന്നു, മറ്റുള്ളവർ പഠിക്കുന്നു. ഇവിടെ ഞാൻ ഒരു ഉസ്താദിന്റെ ഒരു രൂപത്തിൽ തലയിൽ കെട്ടോ കെട്ടി, പക്ഷെ അതുകൊണ്ടൊക്കെ ഒരു ഇസ്ലാമികമായ നഫ്ഉ ഉണ്ട് എങ്കിൽ, വേറൊരാൾക്കും അതിൽ അവഹേളനം വരുന്നില്ലെങ്കിൽ, ഗീബത്ത് ഒരാളെ സംബന്ധിച്ചും പരിഹാസം ഇല്ലെങ്കിൽ, പരദൂഷണം ഇല്ലെങ്കിൽ അത് ജായിസാണ് എന്ന് പറയാം. അതിന് കുഴപ്പം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നാലാമത് വലിയ വലിയ പ്രാസംഗികന്മാര് അവരുടെ അതേപോലെ വേഷം കെട്ടിയിട്ടും അവരുടെ അതേ ശബ്ദത്തിലും മിമിക്രി എന്ന് പറഞ്ഞാൽ ഇതൊന്നല്ല, അവരുടെ അതേ ശബ്ദത്തിൽ പ്രസംഗിക്കുക, അവരുടെ അതേ ആംഗ്യ ഭാഷയിലും അവരുടെ അതേ രീതിയിലും ഒക്കെ ആയിട്ട് പ്രസംഗം. അപ്പൊ അത് കേൾക്കുന്നവർക്ക് ഒരു ആവേശം ഉണ്ടാവും, കുട്ടികളും അങ്ങനെ അഭിനയിക്കുമ്പോൾ. ഇങ്ങനെ തുടങ്ങിയ അഭിനയങ്ങള്. അപ്പൊ നാലാമത് പറഞ്ഞത് ഒരാളെ മാതൃകയാക്കുക എന്നാണ്. അഭിനയം എന്ന പദം ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത്. ഈ അഭിനയം എന്ന പദം ഉപയോഗിക്കുമ്പോൾ തന്നെ ആളുകൾ എന്തോ ഒരു തെറ്റായ കാര്യമാണ് എന്നതിലേക്ക് ചിന്ത പോകുന്നുണ്ട്. കാരണം തെറ്റായ നിലക്കുള്ള അഭിനയമാണ് 99% ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ചിന്ത പോകുന്നത്. നല്ലൊരു പ്രാസംഗികൻ, ആ പ്രാസംഗികന്റെ, ഇപ്പൊ നമ്മുടെ പ്രാസംഗികന്മാർ പലരും ഉണ്ടല്ലോ, ഞാൻ ഒരാളെയും പേര് പറയുന്നില്ല, അവരെ അതേപോലെ പ്രസംഗിക്കുന്നത് അതൊരു അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ മിമിക്രി, മിമിക്രി എന്ന് പറയുന്നതിൽ ഒരാളെയും പരിഹാസമില്ല, ഒരാളെ ശബ്ദം അതേപോലെ കേൾപ്പിക്കണം. ആരുടെ ശബ്ദമാണോ കേൾപ്പിക്കുന്നത് അയാൾക്കത് ഇഷ്ടമില്ലെങ്കിൽ അതിന്റെ ഹുക്കുമ് വ്യത്യാസപ്പെടും, അപ്പൊ ഗീബത്താവും. അതിനെ സംബന്ധിച്ച് ഇഹ്യാ ഉലൂമുദ്ദീനിൽ നിന്ന് ഒരു ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. അല്പം കൂടും എന്നാണ് തോന്നുന്നത്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം, ഇഅ്ലം അന്ന ദിക്റ ബിൽ ലിസാനി, നാവ് കൊണ്ട് പറയൽ, ഇന്നമാ ഹുരിമ, അത് ഹറാമാക്കപ്പെട്ടത്, ലിഅന്ന ഫീഹി തഫ്ഹീമുൽ ഗൈരി നുഖ്സാന അഖീക, നിന്റെ സഹോദരന്റെ ന്യൂനത മറ്റൊരാൾ മനസ്സിലാക്കി കൊടുക്കൽ ഉണ്ടായത് കൊണ്ടാണ് നാവ് കൊണ്ട് ഗീബത്ത് പറയൽ ഹറാമാക്കപ്പെട്ടത്. വതഅരീഫുഹു, മനസ്സിലാക്കി കൊടുക്കലും അറിയിച്ചു കൊടുക്കലും, ബിമായിക്റഹു, അവൻ വെറുക്കുന്ന കാര്യം കൊണ്ട്. ഫതഅരീദു ബിഹി, അപ്പൊ അങ്ങനെ സൂചിപ്പിക്കല്, നാവുകൊണ്ട് പറയുന്നില്ല. കതസ്രീഹി, അത് വ്യക്തമായി നാവ് കൊണ്ട് പറയും പോലെ തന്നെയാണ് സൂചിപ്പിക്കൽ.
വൽ ഫീലു ബിഹി, അങ്ങനെ ചെയ്യല്, നമ്മൾ നാവുകൊണ്ടൊന്നും പറയുന്നില്ല, പിന്നെ പ്രവർത്തിച്ചു കാണിക്കാണ്, അത് കൽ കൗലി, അത് വാക്ക് പോലെ തന്നെയാണ്. വൽ ഇഷാറത്തു വൽ ഈമാവു, ആംഗ്യം കാണിച്ചുകൊണ്ട് അഭിനയിക്കല്. വൽ ഹംസു വൽ ഹംസു, പരസ്യമായി നാവ് കൊണ്ട് പറയലും സൂചനപരമായി പറയലും. വൽ കിതാബത്തു വൽ ഹർക്കത്തു, എഴുത്തും. വൽ ഹർക്കത്തു, അതേ പ്രകാരം ചലനം. ചലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാള് നടക്കും പോലെ നടക്കുക. വകുല്ലുമായി ഫിഹിമുൽ മഖ്സൂദ, ഒരാളെ പറ്റി അയാൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റൊരാളെ അറിയിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന, അതിനെ ഗ്രഹിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നാവ് കൊണ്ടാവട്ടെ അഭിനയിച്ചിട്ടാവട്ടെ, വഹുവ ദാഖിലുൻ ഫിൽ ഗീബത്തി വഹുവ ഹറാമുൻ, അത് ഗീബത്തിൽ പെടുന്നതും ഹറാമുമാണ്. ഫമിൻ ദാലിക ഖൗലു ആയിഷത്ത, ഇതിൽ പെട്ടതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്ക്. ദഖലത്ത് അലൈന ഇംറഅത്ത്, ഒരു സ്ത്രീ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നു. ഫലമ്മ വല്ലത്തെ, അവളെ തിരിച്ചു പോയപ്പോൾ, ഔമ അത്തുബിയദിഹി, എന്റെ കൈ കൊണ്ട് ഞാൻ ഇഷാറത്താക്കി, അന്നഹ കസീറ, അവള് ചെറിയ ഒരു പെണ്ണാണ്. ഞാൻ നാവുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദിഖുത ബിത്തീഹ, തീർച്ചയായും നീ അവളെ ഗീബത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഗീബത്ത്, നമീമത്ത്, പരിഹാസം, കളവ്, മറ്റൊരു ആളോടുള്ള വേഷസാദൃശ്യത, വിരോധിക്കപ്പെട്ട രീതിയിൽ, അഥവാ സ്ത്രീ പുരുഷനോട്, അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയോട്, അല്ലെങ്കിൽ മറ്റു മതസ്ഥരോട്, ഇതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടായാൽ 99% ഉണ്ടാവാനാണ് സാധ്യത. അഭിനയം ഹറാമാകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.